ആ ഇപ്പൊ ഓർമ്മ വന്നു. ഹലോ, ഇക്ക എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ദുബായില് ഇവിടെ ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ടോ? കണ്ടുവച്ചിട്ടുണ്ടല്ലോ. പിന്നെ വേറെ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റിൽ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. റിയൽ എസ്റ്റേറ്റിൽ സോഷ്യൽ മീഡിയയിൽ മറ്റേ പോസ്റ്റ് ഇടുന്നല്ലേ? അതേക്കാ, നിങ്ങൾ ഡൗൺ ടൗൺ റെസിഡൻസ് കണ്ടില്ലേ? നല്ല പ്രോജക്റ്റ് ആണോ? ഞാൻ ഓൾറെഡി ഒരു ഏജന്റ് ആയിട്ട് ടച്ചിലാണ്. അപ്പൊ എനിക്ക് അതിലെന്ത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാം. കാരണം നിങ്ങൾ എനിക്ക് ഭയങ്കര ഒരു ഇല്ല, നമ്മൾ ഡിസ്കൗണ്ട് ഒന്നുമില്ല. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഏജൻസ് എന്താണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് പറഞ്ഞാൽ പാസ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത്. ശരിക്കും ഡിസ്കൗണ്ട് അല്ല, പാസ് ബാക്ക് ആണ്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പാസ് ബാക്ക് എന്തായാലും കൊടുക്കത്തില്ല. നമ്മളെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ്. അതായത് എൻഡ് ടു എൻഡ് സർവീസ്. നമ്മളൊരു ക്ലയന്റ് പോർട്ട്ഫോളിയോ ഫുള്ള് നമ്മൾ മാനേജ് ചെയ്യും. അത് റെന്റ് ഔട്ട് ആയിക്കോട്ടെ, റീസെയിൽ ആയിക്കോട്ടെ, ഇക്കാക്ക് നാളെ എന്തെങ്കിലും പേയ്മെന്റ് ഇഷ്യൂ വരുന്നെങ്കിൽ പോലും നമ്മൾ പേയ്മെന്റും പിന്നെ പോർട്ട്ഫോളിയോ നോക്കാൻ എനിക്കറിയാം. നീ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഇല്ല, നമ്മളെ ഡിക്ഷണറിയിൽ ഡിസ്കൗണ്ട് ഇല്ല. ഇക്കാക്ക് സർവീസ് വേണം, നമ്മളെ ചൂസ് ചെയ്യാം. ഡിസ്കൗണ്ട് ഇല്ല. എന്തായാലും ഈ ചങ്ങായി എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിയോ, 100% എനിക്ക് ഉറപ്പാണ്. 6 മാസത്തിൽ എന്നെ എന്തായാലും വിളിക്കും, ഉറപ്പാണ്. നോക്കിയോ, എന്തെങ്കിലും പേയ്മെന്റ് ഇഷ്യൂ എന്തെങ്കിലും കാണും, ഉറപ്പാണ് വിളിക്കും. എനിക്ക് ഉറപ്പാണ്, നോക്കിയോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹാഫിദ് ബ്രോ അല്ലേ? അതെ, ആരാണ്? നിഷാമാണ്. എന്നെ ഓർമ്മയ്ക്കാൻ വയ്യില്ല, കാരണം ഒരു കൊല്ലം മുമ്പ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ പാസ് ബാക്ക് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ ഓർമ്മ വന്നു. പറയുക എന്താ ബ്രോ? ഞാൻ എന്റെ ഏജന്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മൂപ്പര് ഔട്ട് ഓഫ് സർവീസ്, എന്താന്ന് അറിയില്ല. വാട്സാപ്പ് അയച്ചിട്ട് റെസ്പോണ്ടും ഇല്ല. അപ്പോ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് പറ്റിയ എന്താ പ്രശ്നം? എന്റെ പ്രോപ്പർട്ടി ഒന്ന് റീസെയിൽ ചെയ്യാൻ പറ്റുമോ? റീസെയിൽ ചെയ്യാനാ? സാധാരണ ഞാനൊക്കെ എന്റെ ക്ലയൻസിന്റെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യണം. പക്ഷെ ഇക്ക ആദ്യം ഒരു പ്രശ്നം വന്നപ്പോ എന്നെയല്ലേക്ക് വിളിച്ചത്. അതെ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ടീമിനോട് സംസാരിച്ചിട്ട് ഇക്കാക്ക് എന്ത് ഹെൽപ്പ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, വലിയൊരു ഉപകാരമായി. നിങ്ങളുടെ എടുക്കാത്ത ഖേദിക്കുന്നു. കുഴപ്പമില്ല. ഇനി ഇതുപോലെ ഒരുപാട് പേര് അബദ്ധം വന്നിട്ട് അവസാനം നമ്മുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പൊ മനസ്സിലായല്ലോ ഇക്കാക്ക്. ഓക്കെ, മനസ്സിലായി. അസ്സലാമു അലൈക്കും.